സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴേ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കണ്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണ് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അല്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്, എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ചാരിറ്റി സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കളക്ടറുമായിട്ടും അതുപോലെ ADM-ഉമായിട്ടും ഒക്കെ ഇവർക്ക് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ നവീൻ ബാബുവിനെയും എനിക്ക് നല്ല ബന്ധമുണ്ട്, ഞാൻ കണ്ടതാണ് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മറ്റൊരു വാർത്ത വരുന്നു. അതായത് ഇദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കിയത് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്തു. അതായത് ഇയാളുടെ അടിവസ്ത്രത്തിൽ ബ്ലഡ് ഉള്ള കാര്യം പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ നവീൻ ബാബുവിൻ്റെ മരണം ഒരു ദുരൂഹത തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണത്തെ പറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അയാൾ വീട്ടിലേക്ക് ഫോൺ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ADM എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി ഇങ്ങോട്ട് വരാതെ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തെ കൊണ്ടുവിട്ടതെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള ഡ്രൈവറാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ ശരിക്കും ചാവി വാങ്ങിക്കേണ്ടതല്ലേ? അപ്പോൾ ചാവി ഇവിടെ കൊടുത്തു. ഇദ്ദേഹം എങ്ങനെയാണ് വീണ്ടും വീട്ടിലെത്തിയത്? അതുപോലെ തന്നെ ഓട്ടോയിലാണെന്ന് പറയുന്നു. ആ ഓട്ടോക്കാരനെ കണ്ടുമുട്ടിയോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ സംശയമുള്ളതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ദുരൂഹമായൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇനി നവീൻ ബാബു കണ്ണൂർ വിട്ടു പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സാഹചര്യം വെച്ചിട്ട്, അതായത് ഒരു മനുഷ്യന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൂടി ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ CBI വരണം എന്ന് പറയുമ്പോൾ പറയുകയാണ്, CBI വേണ്ട, CBI വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കളഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയിൽ ഒരു CPM നേതാക്കൾ, ഒരു CPM അനുഭാവികൾ തന്നെയാണ് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നവീൻ ബാബുവിനെ അറിയാത്ത ആൾക്കാർ കൂടി പറയുന്നത്, നവീൻ ബാബുവിൻ്റെ മരണം അതിൻ്റെ സത്യം ഞങ്ങൾക്കറിയണം എന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ദുരൂഹതകളാണ് ഈ മരണത്തിലുള്ളത്. ആദ്യം മുതൽ തന്നെ, അതായത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാടകങ്ങളും ഡ്രാമകളും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ CCTV ഫൂട്ടേജും അതുപോലെ അതാണ് ഇതാണ്, ഇയാൾ പൈസ വാങ്ങിച്ചു എന്ന പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇയാൾ വാങ്ങിച്ച പൈസ എവിടെ? ഇയാളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇയാൾ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷിച്ചൂടെ? ഈ അന്വേഷണ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടേതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നിമിഷ നേരം കൊണ്ട് അന്വേഷണത്തിൻ്റെ ഫുള്ള് എന്താ പറയേണ്ടത്, നമ്മുടെ കേരള പോലീസ് അത്രയും മിടുക്കരാണ്. പിന്നെ ഈ ഒരു കേസിൽ എത്തുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മന്ദപ്പിലേക്ക് നീങ്ങുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയ എന്ന് പറയുന്നത് PP ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ തീപ്പൊരി നേതാവ് തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു ഇലക്ഷനിൽ ഒരു മന്ത്രി, MLA ഇല്ലെങ്കിൽ ഒരു MP ഇങ്ങനെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ വരേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു PP ദിവ്യ എന്ന് പറയുന്ന നേതാവ്. ആ നേതാവിൻ്റെ ശരിക്കും പറഞ്ഞൊരു പതനം തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. കാരണം ഈ ഒരു കേസോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ അവരെ വെറുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ദിവ്യ നമ്മുടെ നേതാവ് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര്, അതായത് ഈ ദിവ്യ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് പേര് ദിവ്യക്കെതിരെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അന്വേഷണത്തിൽ നേരിട്ട്, അതായത് അന്വേഷണത്തിൽ നല്ല രീതിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു പക്ഷേ PP ദിവ്യ എന്ന് പറയുന്ന നേതാവ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ആരെങ്കിലും കരുവാക്കിയതാണോ, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും അങ്ങോട്ട് ഉപയോഗിച്ചതാണോ ഇയാളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്? ഇതിനൊക്കെയുള്ള ഒരു മറുപടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇത് നമ്മൾ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോഴുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്താണ്. നല്ല ഒരു മരമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടാ, ഈ മരം കണ്ടാ നിങ്ങൾ? ഇതെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു മരമാണിത്. അതായത് ഈ നമ്മളെ മരിച്ച ആ ഒരു എല്ല് എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരമാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ചില ആൾക്കാരൊന്നും ആ മരം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PP ദിവ്യയുടെ ഈ പതനവും അതുപോലെ നവീൻ ബാബുവിൻ്റെ മരണവും ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് ഉള്ളിലുണ്ടായിരിക്കുന്നത്.
എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ നവീൻ ബാബുവിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും PP ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കീറാമുട്ടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു നേതാവാണ്. അതുപോലെ കണ്ണൂരിലെ തീപ്പൊരി നേതാവ് എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് PP ദിവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു നേതാവിനെ ഇനി അടിച്ചിരുത്തുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തതാണോ, ഇനി അവർ തന്നെ ചെയ്തതാണോ? അവർക്കെതിരെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. അതായത് വിളിക്കാതെ കയറി ചെന്നതാണ്. അതുപോലെ തന്നെ കലക്ടർക്ക് ഇത് അറിയാമായിരുന്നു, പിന്നെ മറ്റുള്ളവർക്ക് ഇത് അറിയാമായിരുന്നു. അതുമാത്രവുമല്ല, ഗുരുതരമായ ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാദേശിക ചാനലുകാരനെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. അവനാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടി നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് കരുതി കൂട്ടിയിട്ടുള്ള ഒരു അക്രമം. അതായത് ഇയാൾ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ കണ്ണൂരിലേക്ക് ഈ ADM വരേണ്ട ആവശ്യമില്ല. അയാളുടെ ഔദ്യോഗിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റൊരു സ്ഥലത്താണ്. അപ്പോഴങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവൻ ഇവിടുന്ന് പോകാൻ പാടില്ല. അതായത് ഇവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചോ? ഇത് മാത്രമാണ് നമുക്ക് ജനങ്ങൾക്കെല്ലാം അറിയേണ്ടത്. ഇതിന്റെ സത്യം അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണിത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം. ഇദ്ദേഹത്തിനെതിരെ ഇനി അങ്ങനെ ഒരു അക്രമം ഉണ്ടാകണമെങ്കിൽ ഇദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹം അനുമതി കൊടുത്തിട്ടില്ലേ? ഈ പൈസ വാങ്ങിച്ച് പെട്രോൾ പമ്പ് നടത്തുന്നവൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു അതിശയമാണ്. അതായത് പരിയാരത്ത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഇലക്ട്രീഷ്യനായ ഒരുത്തൻ എങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പിന്റെ മുതലാളി ആവുക എന്ന് നമ്മൾ അന്വേഷിച്ചാൽ തന്നെ നമുക്കൊരു വലിയൊരു അതിശയമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടത്. അപ്പോൾ ഇത്രയും സാലറി വാങ്ങിക്കുന്നവൻ എങ്ങനെയാണ് ഈ ഒരു പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് അനുമതി ചോദിച്ചത്? അവൻ എവിടെ നിന്നാണ് പൈസ? ഇനി ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ പുറകിൽ ബിനാമിയുണ്ടോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ ആൾക്കാരുടെ സംശയമാണ്. ഈ സംശയിക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോഴാണ് എന്താ പറയേണ്ടത്, CBI വരുന്നത് എന്ന് പറയുന്നത്. CBI വരുമ്പോൾ എന്തിനാണ് എതിർക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പണ്ട് ഈ സിദ്ധാർത്ഥ് വധക്കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, CBIയെ കൊണ്ട് അന്വേഷിക്കണമെന്ന്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ CBI അന്വേഷിക്കാൻ വരട്ടെ എന്ന് തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലായി ലോക്കൽ പോലീസിന് കൈയൂരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണെന്ന്. അതുപോലെ തന്നെ ഈ ഒരു കേസും ഇതിൽ തെറ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ CBI വരട്ടെ, അവരന്വേഷിക്കട്ടെ, അവർ കണ്ടുപിടിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം എന്ന് പറഞ്ഞാൽ CBI വരണ്ട. അതായത് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കാതെ ഒരു നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അതായത് എല്ലാവരും, മന്ത്രി വരെ പറയുന്നത് എന്താണ്, CPM പാർട്ടിയുടെ ഇതിലുള്ള ഘടകകക്ഷിയായ ഒരു മന്ത്രി വരെ പറയുന്നത് അയാൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അയാൾ വളരെ നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഈ നവീൻ സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അയാളുടെ ആ ഒരു മരണം നമ്മുടെ ഒരു നഷ്ടം തന്നെയാണ് നമ്മുടെ നാടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയാൾ അത്ര നല്ല ഉദ്യോഗസ്ഥനാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ADM എന്നുള്ളതിലുപരി എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയാണ് ആ മനുഷ്യൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും ജനസമ്മതി. അയാളുടെ നാടായ പത്തനംതിട്ടയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ പാർട്ടി അനുഭാവികൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ നവീൻ സാറിൻ്റെ കുടുംബത്തോടു കൂടി തന്നെയാണ്. കാരണം അവർക്കൊന്നും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആൾക്കാരാണ്. ഈ CPMന്റെ ആയാലും പാർട്ടി നേതാക്കൾ വരെ. അപ്പോൾ ഇപ്പോഴെല്ലാവർക്കും ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ മരണം ഇനി മൂടി വെക്കാനുള്ള ശ്രമം ആരെങ്കിലും നടത്തുന്നുണ്ടോ? അതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് തന്നെ ഒരു വലിയ വിഡിത്തമാണോ എന്ന് പോലും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ പരിയാരത്താണ് ഈ ഒരു വ്യക്തി, അതായത് നമ്മുടെ ഈ വിവാദ നായകൻ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടെ എന്തെങ്കിലും ഒരു കള്ളക്കളി കളിച്ചിട്ടുണ്ടാകുമോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു കോക്കസാണ് മൊത്തത്തിൽ. അതായത് ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയതുപോലെ. മറുനാടൻ പറയുന്നത് കേട്ടിട്ട് ഇതങ്ങ് തള്ളിക്കളയാനൊന്നും നിൽക്കേണ്ട, ആ മനുഷ്യൻ വെറുതെ ഒന്നും വിളിച്ചു പറയത്തില്ല. അതുപോലെ തന്നെ മറ്റു പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നില്ല. ഇനിയും ഈ വിഷയവുമായിട്ട് ഞാൻ വരും. നന്ദി, നമസ്കാരം.